ഒരേ രൂപവും ഭാവവും വസ്ത്രങ്ങളും അണിഞ്ഞ് ഒരേ അച്ചിൽ വാർത്തതുപോലെ 520 ജോഡി ഇരട്ടകൾ ഒരേ മുറ്റത്ത് അണിനിരന്നപ്പോൾ കോതനല്ലൂർ ഫൊറോന പള്ളിയിൽ പിറന്നത് അപൂർവ ഭക്തിയുടെയും കൗതുകത്തിന്റെയും വിസ്മയക്കാഴ്ച. ഇടവക മധ്യസ്ഥരായ വിശുദ്ധ കന്തീശങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇരട്ട സംഗമം 100 ദിവസം മാത്രം പ്രായമുള്ള കുരുന്നുകൾ മുതൽ 78 വയസ്സുള്ള മുതിർന്നവർ വരെയുള്ളവരുടെ പങ്കാളിത്തം കൊണ്ടും ഇരട്ട വൈദികരുടെ മുഖ്യ കാർമ്മികത്വം കൊണ്ടും ജനശ്രദ്ധേയമായി. ഈ വർഷത്തെ സംഗമത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അൾത്താരയിൽ ഇരട്ടകളായ വൈദികർ ഒത്തുചേർന്നു എന്നത് തന്നെയാണ്. 4 ജോഡി ഇരട്ട വൈദികർ ചേർന്നാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. തുടർന്ന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ഇരട്ടകളുടെ പ്രത്യേക തിരുനാൾ പ്രദക്ഷിണവും സമർപ്പണ ശുശ്രൂഷയും വിശ്വാസികൾക്ക് സമാനതകളില്ലാത്ത ആത്മീയ അനുഭൂതി പകർന്നു. സമർപ്പണ ശുശ്രൂഷകൾക്ക് പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. സംഗമത്തിൽ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരട്ടകളും ഏറ്റവും മുതിർന്ന ഇരട്ടകളും ചടങ്ങിലെ പ്രധാന ആകർഷണങ്ങളായി മാറി. ആനിക്കാട് കവഴനാൽ ചിക്കു ജേക്കബ് അഞ്ചു റാണി ദമ്പതികളുടെ മക്കളായ വെറും 100 ദിവസം മാത്രം പ്രായമുള്ള ഡേവിഡും ഡാനിയലുമായിരുന്നു സംഗമത്തിലെ ശിശുരത്നങ്ങൾ. ഇവരെ കാണാനും ആശംസകൾ അറിയിക്കാനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അതേസമയം പ്രായത്തിന്റെ തളർച്ചകളെ മാറ്റിവെച്ച് തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ചടങ്ങിനെ ധന്യമാക്കാൻ 78 വയസ്സുകാരായ അതിരമ്പുഴ തെക്കേടത്ത് അന്നമ്മയും കടപ്ലാമറ്റം രണ്ടാനിക്കൽ റോസമ്മയും ഇരട്ടകളിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളായി എത്തിയിരുന്നു. 2007 അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് പുത്തമ്പുരക്കലിന്റെ നേതൃത്വത്തിലാണ് കോതനല്ലൂർ പള്ളിയിൽ ഇരട്ടകളുടെ ഈ വേറിട്ട സംഗമത്തിന് തുടക്കം കുറിക്കുന്നത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഈ സംഗമം ഏവരും ഉറ്റുനോക്കുന്ന വലിയൊരു ജനകീയ ഉത്സവമായി മാറിയിരിക്കുകയാണ്. നിലവിലെ വികാരി ഫാദർ കുര്യൻ കാലായിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മൈക്കിൾ നടുവിലേക്കുറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ വിപുലമായ പരിപാടികൾ ക്രമീകരിച്ചത്. ഒരേ അച്ചിൽ വാർത്തതുപോലെയുള്ള കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഇരട്ടകളുടെ ഈ മഹാസംഗമം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയൊരു ജനസഞ്ചയവും പള്ളി പരിസരത്ത് എത്തിച്ചേർന്നിരുന്നു.